ഹലോ സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ എന്ന് പറയാനുള്ള കാരണം ഇത് നമ്മുടെ കേരളത്തിൽ അങ്കമാലി എന്ന സൈഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. അതായത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി. നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തലശ്ശേരി ദം ബിരിയാണി ഉണ്ട്, പിന്നെ മലബാർ പൊറോട്ട, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്തിൻ്റെ പേരിൽ അത് ഫേമസ് ആണ്. അപ്പോൾ അതുപോലെ അങ്കമാലി സൈഡിൽ ഈ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് ഈ അങ്കമാലി മാങ്ങാക്കറി. ഈ ട്രിവാൻഡ്രം ഭാഗത്ത് അധികം കോമൺ അല്ല, പക്ഷേ ഞാനും കുറേ സെർച്ച് ചെയ്തപ്പോൾ കുറേ വീഡിയോസ് കണ്ടു. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഞാനും ഒരു അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കി. അടിപൊളിയായിട്ട് വന്നു. ഇത് ശരിക്കും ട്രഡീഷണൽ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ആണോ എന്ന് അറിയില്ല. കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കിയ മാങ്ങാക്കറി നിങ്ങളെയും കാണിക്കാൻ പോവുകയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, അപ്പോൾ അതേ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്ന ജസ്റ്റ് കാണിക്കാൻ അതേ മാങ്ങ. ഞാനൊരു മീഡിയം മാങ്ങ എടുത്തിരിക്കണം. ഏകദേശം ഈ വലുപ്പത്തിലുള്ളൊരു മാങ്ങ എടുത്തിരിക്കണം കേട്ടോ. മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് മുറ്റിയ മാങ്ങ എടുക്കുക. ഏതാണ്ട് പഴുക്കാറായ മാങ്ങയ്ക്ക് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മാങ്ങയ്ക്ക് ഇടാണ്ട് ബാക്കി കുറേ ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് മിക്സിങ്ങിൽ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് അതും സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ അധികം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് അധികം ഉണ്ടാവും കേട്ടോ. ഇനി പൊടികളായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരത്തക്ക രീതിയിൽ ബലം കൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചേർത്തത് കാരണം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു അല്പസമയം വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. നല്ലതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ നമ്മൾ മിക്സിനെ ഒരു 5 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സിനെ നമുക്ക് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കത്തിക്കണ്ട, ഓർത്തിരിക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന തേങ്ങയുടെ 2-ാം പാലാണ്. 2-ാം പാലും 1-ാം പാലും ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. ഞാനൊരു 3 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മളിതിലേക്ക് ഈ മാങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ കഷ്ണം ചിലർ ആദ്യമേ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാങ്ങ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മാങ്ങ എടുക്കുമ്പോൾ ഒത്തിരി സ്ലൈസ് ആക്കേണ്ട, ചെറിയൊരു കനമേണ്ടോ, കാരണം അത് പൊടിഞ്ഞു പോകാതെ കിടക്കണം ലാസ്റ്റ് വരെ. അപ്പോൾ ഞാൻ മാങ്ങയുടെ പീസിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഒരു മഞ്ഞ നിറമാണുള്ളത്. നമ്മൾ മഞ്ഞളൊക്കെ ചേർത്തതിൻ്റെയാണ്. നിങ്ങൾക്കിനി ഒരു ചുവന്ന നിറം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുവാണേ. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിക്കണം കേട്ടോ. ഈ മാങ്ങ വേവാൻ ആവശ്യമായ സമയം ഒരു 10 മിനിറ്റിൽ വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഒരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ടേ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. യെസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഒരു കാര്യം നമ്മൾ നേരത്തെ മറന്നുപോയായിരുന്നു, ഈ കറിവേപ്പിലയുടെ കാര്യം. നമ്മളാദ്യം മിക്സ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പിടിച്ചില്ലേ, ആ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ മറന്നുപോയി. നമുക്ക് പോയിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൂ കേട്ടോ. എന്നാലും കിടന്ന് എന്തായാലും ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ വേവട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മാറ്റി കിടലായിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ അധികം ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല. പൊടിയാതെ നോക്കുക കേട്ടോ. അതൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കടിക്കാൻ കിട്ടുമ്പോൾ. കുറച്ച് പൊടിഞ്ഞ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1-ാം പാലിന് 1 കപ്പ് എടുത്തിരിക്കുന്നത്, നല്ല കട്ടിക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ പോകാം കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട്. ഞാൻ മറ്റൊരു മൺപാത്രം അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ പരിപാടി ശരിക്കും കടുക് പൊട്ടിക്കൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ മാങ്ങാക്കറിക്ക് കടുക് പൊട്ടിക്കുന്നില്ല. അല്ലാതെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ കാണിച്ചിരുന്നത്. ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇടുമ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവാം കേട്ടോ. നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ വേണം ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് ഇത് ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളി കുറച്ച് അധികം എടുക്കണം, നല്ല ടേസ്റ്റ് ആണെങ്കിൽ കേട്ടോ.
അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി കണ്ടോ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ടേ. ഈ സമയം നമ്മളിതിലേക്ക് 1-2 ചേരുവകൾ കൂടെ കേട്ടോ. ഞാൻ ആദ്യം ഇടാൻ പോണേ കുറച്ച് കറിവേപ്പിലയാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ നിറം കിട്ടാൻ വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിറം വേണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. പക്ഷെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, നിറവും കിട്ടും കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. അതാണ് തീ കുറച്ച് വെക്കാൻ പറഞ്ഞത്. വളരെ കളർഫുള്ളായിട്ടൊരു വറക്കലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ്. ഇതിന് ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാൻ പോവാം കേട്ടോ. മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാങ്ങാക്കറിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. യെസ്, യമ്മി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ സമയം നമ്മുടെ വറുത്ത് വെച്ച സാധനത്തിനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നിറം കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ യമ്മി അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി റെഡിയാണ്. എന്തായാലും നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ആസ് യൂഷ്വൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇത് അടിപൊളിയായിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. എന്ത് യമ്മി ലുക്കിംഗ് ആണ് നോക്കിയേ. കിടു ഇത്രയും തിക്കാവണം കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് കൊടുക്കണം കേട്ടോ. ഞാനിട്ട് ഉപ്പ് കറക്റ്റായിരുന്നു, വേണമെന്നുള്ളൊരു അടിയ. പിന്നെ മുളകിൻ്റെ കാര്യം പറയും. എന്തായാലും യമ്മിയാണ് സാധനം. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചിൻ്റെ ടൈമാണ്. ഇത് കൂടാണ്ടത് ഇല്ല കിടിലൻ നെയ്മീൻ കറി വൈഫ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ നോട്ടം ഇതിലേക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ചോറും മാങ്ങാക്കറി മാത്രം വെച്ച് ടേസ്റ്റ് ചെയ്യേണ്ട പരിപാടിയില്ല കേട്ടോ. കുറച്ച് കൂടിപ്പോയോ സാറില്ല. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കണ്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും മാങ്ങയുടെയും മാമ്പഴത്തിൻ്റെയൊക്കെ കാലമാണ്. ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും മാങ്ങ കൊണ്ടുള്ള കുറേ അധികം വിഭവങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്കമാലി മാങ്ങാക്കറിയുടെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സജീസ് ആൻഡ്